ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഡോക്ടർ സ്റ്റോൺ എന്ന് പറഞ്ഞ ജാപ്പനീസ് ആർമി TV സീരീസിന്റെ സീസൺ 1 അതിലെ 4ാമത്തെ എപ്പിസോഡാണ്. പോകുന്നതിന് മുമ്പ് തന്നെ ഈ എപ്പിസോഡ് എപ്പോൾ 100 ലൈക്ക് ആകുന്നു അന്നേരമായിരിക്കും അടുത്ത എപ്പിസോഡ് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. സോ ഞാൻ പറഞ്ഞ് നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ എപ്പിസോഡ് എക്സ്പ്ലനേഷനിലേക്ക് പോകാം. ഒരുപാടധികം സ്റ്റാച്യൂസിനെ ഡിസ്ട്രോയ് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ സുക്കാസനെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കുകയാണ് നമ്മുടെ സേക്കു. നമ്മുടെ സുക്കാസയ്ക്ക് മനസ്സിലാകുകയാണ്. സോ അതുകൊണ്ട് തന്നെ സേക്കുനെ തടുക്കാൻ വേണ്ടി അവൻ സേക്കു സൾഫർ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അന്നേരം തന്നെ നമ്മുടെ യുസൂറിയും അതുപോലെ തന്നെ സേക്കു സ്പ്രിംഗിൽ കുളിക്കുകയാണ്. അന്ന് ആ ദിവസം ഞാൻ എന്താണ് നിന്നോട് പറയാൻ വന്നത് നിനക്കറിയാവോ? ഞാൻ ചോദിക്കാൻ വിട്ടുപോയി. നീ എന്താ പറയാൻ വന്നത്? എനിക്ക് നിന്നോട് പറയണമെന്നുണ്ട്. കല്ലായിട്ടിരുന്ന സമയത്തെല്ലാം അത് ഞാൻ നിന്നോട് പറയാൻ വേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി. മൊത്തത്തിൽ തിരിച്ചു കൊണ്ടുവന്ന് കരിയാൻ നേരത്ത് ഞാൻ ആ കാര്യം നിന്നോട് പറയാം. അന്ന് വരെ നീ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യണം. നമ്മുടെ യുസൂറിയ ഞാൻ വെയിറ്റ് ചെയ്യുകയാണെന്ന് നമ്മുടെ തൈജുവിനോട് പറയുകയാണ്. ഞാൻ സിമ്പിൾ ആയിട്ട് തന്നെ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ഗൺ പൗഡർ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം പറയുകയാണ്. സോ ഇതേ സമയത്ത് തന്നെ ഗൺ പൗഡർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരികയാണ്. വേണ്ടത് സൾഫർ, രണ്ടാമത്തെ ചാർട്ട് വേണ്ടത് പൊട്ടാസ്യം നൈട്രേറ്റ് എന്ന് ഞാൻ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടല്ലോ എന്ന് നമ്മുടെ തൈജു പറയുന്ന സമയത്ത് നൈട്രിക് ആസിഡിൽ നിന്നാണ് നൈട്രേറ്റ് എടുത്തത്. റിസോഴ്സസ് എല്ലാം കൂടെ നമ്മുടെ സേക്കു ഇട്ടിട്ട് അത് മുഴുവനായിട്ട് തന്നെ നമ്മുടെ സേക്കു മിക്സ് ചെയ്യുകയാണ്. സോ ഇതേ സമയത്ത് നന്നായിട്ടുള്ള രീതിയിൽ സേക്കുവിന്റെ റോബോട്ട് വന്നിട്ട് ഇത് വീട്ടിൽ ട്രൈ ചെയ്തതെന്നും സീരീസിനകത്ത് പറയുന്നു. അതിന് ഇടിച്ച് പൊടിയാക്കണമെന്ന് പറയുന്ന സമയത്ത് നമ്മുടെ തൈജു ഒരു കല്ലെടുത്ത് അത് അടിച്ചു പൊടിക്കുക. യൂസൂറിയ പറയുകയാണ്, കല്ലും കൂടി ഇടിച്ചാൽ തീ വരത്തില്ല, നീ എന്താ കാണിക്കുന്നത്? തീപ്പൊരി വരത്തില്ലെന്ന് നമ്മുടെ സേക്കു പറയുന്നു. നമ്മുടെ സേക്കു ആലോചിച്ച് വോൾക്കാനോസ് ഉണ്ടാവാൻ കാരണം അയൺ പൈററ്റാണ് കാരണം. തൈജു വേണ്ട, നമ്മുടെ തൈജു ആണെങ്കിൽ കല്ലെടുത്ത് ഇടിക്കുകയാണ്. സോ അന്നേരം തന്നെ അതിന്റെ അകത്ത് തീപ്പൊരി വരികയാണ്. സോ അവരെല്ലാവരും ആ സമയത്ത് തന്നെ അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. അതൊക്കെ പൊട്ടിത്തെറിക്കുകയാണ്. ഒരുപാടധികം പുക വരുന്നത് കൊണ്ട് തന്നെ സുക്കാസ് വല്ല നമ്മളെ കണ്ടുപിടിക്കാൻ വന്നാൽ നമ്മളെ ഉറപ്പായിട്ട് ഈ പുക വെച്ച് കണ്ടുപിടിക്കും. കുഴപ്പമില്ല, നമ്മുടെ ഗൺ പൗഡർ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്തല്ലോ. വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു സാധനമല്ലേ, ഇത് യൂസ് ചെയ്തിട്ടാണോ നമ്മൾ അവനെ തടുക്കാൻ വേണ്ടി പോകുന്നത്? അങ്ങനെയൊക്കെ ചോദിച്ചാൽ നമ്മൾ ആദ്യം അവനോട് നെഗോഷിയേറ്റ് ചെയ്യും. എന്നിട്ട് അവൻ അതിൽ സമ്മതിച്ചില്ലെങ്കിൽ നമ്മൾ മാത്രമേ അവന്റെ നേരെ ഇത് യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നുള്ളൂ എന്ന നിലയിൽ മാത്രമാണ് ഈ ഗൺ പൗഡർ. സേക്കു പറയുകയാണ്. സോ ഇതേ സമയത്ത് തന്നെ നമ്മുടെ സുക്കാസ സേക്കുവിനെ തപ്പിന്ന ഓടി വരികയാണ്. നേരത്തെ തന്നെ കൊല്ലേണ്ടിയതായിരുന്നു, എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ അവനെ കൊന്നിരിക്കും. എങ്ങനെയെങ്കിലും പെട്ടെന്ന് സ്മോക്ക് നിർത്താൻ വേണ്ടി അവർ വെള്ളമൊക്കെ ഒഴിക്കുകയാണ്. സോ ഇതേ സമയത്തായിരുന്നു നമ്മുടെ യുസൂറി ഒരു കാര്യം കാണുന്ന സമയത്ത് തന്നെ അവരെ അലച്ച് വിളിക്കുകയാണ്. സമയത്ത് അവർ നിൽക്കുന്ന ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഒരുപാടധികം സ്മോക്ക് തേടി നമ്മളെ വന്നതാണോ എന്ന് നമ്മുടെ യുസൂറിയ സേക്കുവിനോട് ചോദിക്കുന്നുമല്ല. അവൻ ഒരിക്കലും അവന്റെ ഡയറക്ഷൻ അവർ റിവീൽ ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. അത് മാത്രമല്ല സൈഡിൽ നിന്നാണ് അവൻ വരാൻ വേണ്ടി പോകുന്നത്. ഇത് എന്തെങ്കിലും കോയിൻസിഡൻസ് ആയിരിക്കും, കാണിക്കണ്ട. കാരണം നമ്മളല്ലാതെ വേറെ ആൾക്കാരും ഇവിടെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ ഇങ്ങോട്ട് സുക്കാസ വരുമായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് വേറെ കുറെ ആൾക്കാരെ ഈ ഭൂമിയിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും എന്ന് നമ്മുടെ തൈജു സേക്കുവിനോട് ചോദിക്കുന്ന സമയത്ത് സ്മോക്ക് കത്തിക്കാൻ വേണ്ടി നമ്മുടെ സേക്കു മാസ് ആയിട്ട് പറയുന്നു. നമ്മുടെ ഗൺ പൗഡർ ഒക്കെ ഇട്ട് അവര് വീണ്ടും സ്മോക്ക് കൂട്ടുകയാണ്. അങ്ങനെ ഒരുപാടധികം സ്മോക്ക് വരുന്നുണ്ട്. പക്ഷെ ഗൺ പൗഡർ തീർന്നു. അതുകൊണ്ട് തന്നെ തടി എടുത്തോണ്ട് വരാൻ അവരോട് രണ്ടുപേരോട് നമ്മുടെ സേക്കു പറയുകയാണ്. സേക്കു ഇപ്പൊ റെഡിയാക്കാൻ വേണ്ടി നോക്കുന്നത് ഗൺ പൗഡർ ആണ്. അവൻ ആ ഷെൽസ് വെച്ച് സംഭവം ഉണ്ടാക്കുന്ന സമയത്ത് അവൻ 4 കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൻ ഒരു കാര്യം പറഞ്ഞില്ല, അത് ഈ കാര്യമായിരുന്നു. പെട്ടെന്ന് തന്നെ അവന്റെ അടുത്ത് പോകണം നോക്കുന്ന സമയത്ത് നമ്മുടെ സുക്കാസ ആ സ്മോക്ക് കാണുകയാണ്. സമയത്ത് തന്നെ നമ്മുടെ യൂസൂറി അവിടെ ഇരുന്ന് വുഡ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ സുക്കാസ വന്നിട്ട് അവളെ പിടിക്കുകയാണ്. നമ്മുടെ സുക്കാസ അവളെ സേക്കുവിന്റെ അടുത്തേക്ക് കൊണ്ടിരിക്കുകയാണ്. യൂസ് ചെയ്തിട്ട് ഞാനൊരു സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ഒരു വെപ്പൺ ക്രിയേറ്റ് ചെയ്ത് പറയുകയാണ്. ഗൺസ്, ഗൺ പൗഡർ തിരിച്ചു വന്നാൽ വീണ്ടും പട്ടാളക്കാര് യുദ്ധം എല്ലാം തിരിച്ചു വരും. ഒരിക്കലും തിരിച്ചു കൊണ്ടിരിപ്പിക്കത്തില്ല. ഇത് ഞാൻ ഉറപ്പായിട്ട് തടുത്തിരിക്കും. നിന്നെ ഞാൻ നേരത്തെ തന്നെ കൊല്ലേണ്ടതായിരുന്നു. ഒരു മണ്ടത്തിനുമാണ് നിന്നെ വെറുതെ വിട്ട ഒരു കാര്യം കൊല്ലാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നിന്നെ കൊല്ലുന്നതിന് മുമ്പ് ഫ്ലൂയിഡിന്റെ ഫോർമുല നീ പറ, അല്ലെങ്കിൽ ഞാൻ ഇവളെ ഉറപ്പായിട്ട് കൊന്നു ചെയ്തോ. ഇവളെ കൊന്ന ഞാൻ വേറൊരു പെണ്ണിനെ റിവൈവ് ചെയ്യും. തന്നെ എനിക്ക് ഇവളെ കുറിച്ചുള്ള ഒരു ചിന്ത പോലും ഇല്ല. സമയത്ത് തന്നെ അവനാണെങ്കിൽ നമ്മുടെ യൂസൂറിയുടെ മുടി മുറിച്ച് കളയുകയാണ്. ഒരു മണ്ടത്തരം കാണിച്ചു ഇവളെ കാണാത്ത രീതിയിൽ നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് കുഴിച്ചിട്ടിട്ട് പിന്നെ എപ്പോഴെങ്കിലും ഇവളെ റിവൈവ് ചെയ്യായിരുന്നു. നിന്നെപ്പോലുള്ള ജീനിയസ് ഒരുപാടധികം ധൈര്യശാലിയാണ്. ആ കാര്യം എനിക്കറിയാം. സ്ട്രോങ്ങസ്റ്റ് ഹൈസ്കൂളർ ആയിട്ടുള്ള ഒരു സമയത്ത് എനിക്ക് ഫ്രണ്ട്സോ ആരുമില്ലായിരുന്നു. ആ ഫീലിംഗ്സ് ഒക്കെ എനിക്കറിയാം. ഒന്നുമില്ലാതെ സയൻസിന്റെ പുറകെ ഇങ്ങനെ നടക്കുവാണെങ്കിലും എനിക്കറിയാം നിനക്ക് ഫീലിംഗ്സ് ഉണ്ടെന്ന്. ഒന്ന് ചിരിച്ചിട്ട് പറയുകയാണ്, എന്നെ രക്ഷിച്ചതിന് വളരെയധികം നന്ദിയുണ്ട്. പക്ഷെ ഒരിക്കലും നീ ആ ഫോർമുല ഇവനോട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പാടില്ല. ഈ വേൾഡിന്റെ ഫ്യൂച്ചർ തന്നെ ഉള്ളത്. ആ ഫോർമുല പറഞ്ഞ ഉറപ്പായിട്ടും ഇവൻ കൊന്നിരിക്കും. അതുകൊണ്ട് തന്നെ നീ ഒരിക്കലും ആ ഫോർമുല പറയരുത്. മരിച്ചാലും കുഴപ്പമില്ല. ഫ്ലൂയിഡും ആൽക്കഹോളും മിക്സ് ചെയ്യണം. റേഷ്യോ ഫ്ലൂയിഡ് 30%, ആൽക്കഹോൾ 70% ആയിട്ടുള്ള റേഷ്യോ. നീ അത് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ട് റിവൈവൽ ഫ്ലൂയിഡ് വർക്ക് ചെയ്യത്തില്ല. സേക്കു പറയുകയാണ്. സോ ഇത് കേട്ട് വളരെയധികം നന്ദിയുണ്ട് സേക്കു എന്ന് നമ്മുടെ സേക്കുവിനോടും പറയുന്നു. പറഞ്ഞ കാര്യങ്ങളൊന്നും അറിയാതെ നമ്മുടെ തൈജു വുഡ്സ് ഒക്കെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സമയത്ത് നേരത്തെ സ്മോക്ക് വന്ന സ്ഥലത്ത് നിന്ന് 3 സ്മോക്ക് വരും. നമ്മുടെ തൈജു കാണുന്നുണ്ട്. നോക്കുന്ന സമയത്ത് അവിടെ വേറെ ആൾക്കാരാണ് സിഗ്നൽ കൊടുക്കുന്നത്. അത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. സേക്കു, നിന്നെ പോലെ ഇത്രയധികം ബുദ്ധിമാനായിട്ടുള്ള ഒരാളെ കൊല്ലണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. അതുകൊണ്ട് തന്നെ
നീ എനിക്കൊരു പ്രോമിസ് നീ ഇനി സയൻസ് യൂസ് ചെയ്യത്തില്ലെന്ന്, എന്നാൽ നിന്നെ ഞാൻ കൊല്ലാതെ വെറുതെ സയൻസ് യൂസ് ചെയ്യത്തില്ലെന്ന് പറഞ്ഞിട്ട് ഒരു പ്രോമിസ് സേക്കു ചെയ്യുമെന്ന് പറയുന്ന സമയത്ത് നമ്മുടെ സേക്കു നല്ല രീതിയിൽ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുന്നു. അങ്ങനെ ചിന്തിച്ചിട്ട് നമ്മുടെ സേക്കു ഒരു ഫ്ലാഷ് ബാക്ക് നോക്കുകയാണ്. പോകണം വലുതാകുന്ന സമയത്ത് നീ ആസ്ട്രോനോട്ട് ആകാൻ വേണ്ടി പോവുകയാണ്. എനിക്ക് അല്ലാതെ തന്നെ സ്പേസിൽ സേക്കു ആണെങ്കിൽ കൊച്ചിലെ തന്നെ ഒരുപാട് എക്സ്പെരിമെന്റ്സ് നടത്തുന്നുണ്ട്. എന്നാൽ അവന്റെ കയ്യിലുള്ള സാധനം വെച്ച് അങ്ങനത്തെ എക്സ്പെരിമെന്റ് ഒന്നും നടത്താൻ പറ്റത്തില്ല. അവന്റെ അച്ഛൻ നല്ല രീതിയിൽ തന്നെ നോട്ടീസ് ചെയ്യുന്നുണ്ട്. സില്ലിയായിട്ട് നോക്കുകയാണെങ്കിൽ അത് ഒരിക്കലും വർക്ക് ചെയ്യത്തില്ല. എന്നാൽ നീ സീരിയസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റും. അച്ഛനാണെങ്കിൽ അവന്റെ കാർ വെച്ചിട്ട് ആ പൈസ വെച്ചിട്ട് സേക്കുവിന് വേണ്ടി ഡോക്യുമെന്റ് ഒക്കെ വീട്ടിൽ മേടിച്ചു നോക്കുകയാണ്. അവൻ മാഗ്നിഫിക്കേഷൻ ഗ്യാസ് യൂസ് ചെയ്തിട്ട് തീ ഉണ്ടാക്കുകയാണ്. തെർമൽ റിയാക്ഷൻ യൂസ് ചെയ്ത് തീ ഉണ്ടാക്കുന്നു. നോർമൽ എയർ യൂസ് ചെയ്തിട്ട് കൂളിംഗ് എയർ ആക്കാൻ വേണ്ടി അവൻ ശ്രമിക്കുന്നു. സേക്കുവിന്റെ എക്സ്പെരിമെന്റ്സ് ഒക്കെ അവിടെ ഉണ്ടായിരുന്ന കുറെ സീനിയേഴ്സ് ഒന്ന് അടിച്ച് നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. വന്നിട്ട് അവരെ തടഞ്ഞിട്ട് അവരുടെ കയ്യിൽ നിന്ന് അടി മേടിക്കുക. സേക്കുവിനെ ആക്രമിക്കാൻ വന്ന സീനിയേഴ്സിനെ ഒരു ഇലക്ട്രിക് ഗൺ യൂസ് ചെയ്തിട്ട് അവരെ അടിച്ചിടുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ചൈജു സേക്കുവിനോട് ചോദിക്കുന്ന സമയത്ത് തന്നെ അതങ്ങ് പൊട്ടിത്തെറിക്കുകയാണ്. സേക്കും തൈജും കൂട്ടുകാരിയാവുകയാണ്. സേക്കു ഒരു മിനി റോക്കറ്റ് ഉണ്ടാക്കിയാണ്. അത് നല്ല രീതിയിൽ തന്നെ ഫെയിൽ ആയി പോകും. ഒരുപാട് എക്സ്പെരിമെന്റ് നമ്മുടെ സേക്കുവിന്റെ ഫെയിൽ ആവുകയാണ്. നീ പറഞ്ഞില്ലേ കുറച്ച് മിനി ടെഡി ബിയേഴ്സ് വേണമെന്ന് വെക്കാൻ, അത് ഞാൻ ഉണ്ടായിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇത് എന്റെ കൂട്ടുകാരിയാണ് യുസൂറി. ആണെങ്കിൽ അവരുടെ 3 പേരുടെ പോലത്തെ ഓരോ 3 ഡോൾസ് ഉണ്ടാക്കുകയാണ്. റോക്കറ്റ് എടുത്തുകൊണ്ട് അവരൊരു മര സൈഡിലേക്ക് പോവുകയാണ്. ഞാനെന്തോ വെച്ചാൽ ഡോൾസ് ആ റോക്കറ്റിന്റെ അകത്ത് വെച്ചിട്ട് സ്പേസിലേക്ക് വിടാൻ വേണ്ടിയാണ് നമ്മുടെ സേക്കു ചെയ്യുന്നത്. റോക്കറ്റ് ലോഞ്ച് ചെയ്യുകയാണ്. റോക്കറ്റ് ആണെങ്കിൽ സ്പേസിലോട്ട് കയറുന്നതിന് മുമ്പ് തന്നെ അതങ്ങ് പൊട്ടിത്തെറിക്കുകയാണ്. ഇതൊരു ഫെയിലിയർ ആണെന്ന് നമ്മുടെ തൈജു പറയുന്ന സമയത്ത് ഇത് ഫെയിലിയർ അല്ലെന്ന് നമ്മുടെ സേക്കു പറയുന്ന സമയത്ത് അവരുടെ 3 ഡോൾസ് സ്പേസിലേക്ക് എത്തിയിട്ടുണ്ട്. സേക്കു ഇനി സയൻസ് യൂസ് ചെയ്യില്ലെന്നാണ് നമ്മുടെ സുഖാത്സ പറയുന്നത്. എന്റെ ആൻസറിന് ഉത്തരം പറ എന്ന് വെച്ചാൽ നോ എന്ന് നമ്മുടെ സേക്കു പറയുന്നു. ഞാനിപ്പോ എസ് പറഞ്ഞാലും നീ കുറച്ചുനാൾ കഴിയാൻ നേരത്ത് നീ എന്നെ കൊല്ലും. നല്ലവനാകാൻ വേണ്ടി നോക്കിയാലും ഞാൻ ഉറപ്പായിട്ടും അതിൽ കൺവിക്സ് ആകത്തില്ല. അറ്റാക്കി തന്നെ നീ എന്നെ കൊല്ലണം, എന്നെ വേദനിപ്പിക്കാൻ വേണ്ടി പാടില്ല എന്ന് നമ്മുടെ സേക്കു പറയുന്നു. ഒരിക്കലും എല്ലിലായിരിക്കും ഞാൻ നിന്നെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത് തന്നെ നിന്റെ ബോധം പോകും. അതുകൊണ്ട് തന്നെ നിനക്ക് പെയിൻ അറിയാൻ വേണ്ടി സാധിക്കില്ല. യുസൂറിയുടെ സൗണ്ട് നമ്മുടെ തൈജുവിന് കേൾക്കാൻ വേണ്ടി സാധിക്കുന്നു. എന്തൊരു പ്രശ്നമാണെന്ന് പറഞ്ഞാൽ നമ്മുടെ തൈജു അങ്ങോട്ട് പോകുന്നു. സേക്കു നിന്നെപ്പോൾ ഒരാളുടെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. നമ്മൾ മോഡേൺ ഏജിൽ തന്നെ വെച്ച് കണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ഇപ്പൊ ഫ്രണ്ട്സ് ആയേനെ. സുഖാത്സ പറയുകയാണ് സേക്കു എന്ന് വിളിച്ചോണ്ട് നമ്മുടെ തൈജു ഓടി വരികയാണ്. സോ ഇതേ സമയത്ത് തന്നെ നമ്മുടെ സുഖാത്സ സേക്കുവിനെ കൊല്ലുകയാണ്. ഡോക്ടർ സ്റ്റോൺ എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമേ TV സീരീസിന്റെ സീസൺ 1 അതിലെ 4ാമത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. സോ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ വേണ്ടി പോകുന്നത്? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. കഥയിലെ മെയിൻ ക്യാരക്ടർ മരിച്ചിരിക്കുന്നു, സേക്കു മരിച്ചു. ഇനി എങ്ങനെ കഥ മുന്നോട്ട് പോകും? നിങ്ങൾക്ക് എന്തെങ്കിലും തോട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത് പറഞ്ഞു. അവസാനിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ വീഡിയോക്ക് എപ്പോൾ 100 ലൈക്സ് ആകുന്നു അന്നേരമേ ഞാൻ നെക്സ്റ്റ് എപ്പിസോഡ് പോസ്റ്റ് ചെയ്യത്തുള്ളൂ. തന്നെ ലൈക്ക് അടിക്കാൻ വേണ്ടി മറക്കണ്ട. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. സോ അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റ ബൈ.